ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ബെസ്സൽസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ലെജൻഡർ പോളിനോമിയൽസിന് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ബെസ്സൽസ് ഫംഗ്ഷൻ്റെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇഫ് λ1, λ2 എക്സിട്ര ബി പോസിറ്റീവ് സീറോസ് ഓഫ് ബെസ്സൽ ഫംഗ്ഷൻ JPX, ദെൻ അതായത് എന്താണ് സീറോ? ബെസ്സൽസ് ഫംഗ്ഷൻ്റെ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് JPX എന്ന് പറയുന്ന ഒരു ബെസ്സൽസ് ഫംഗ്ഷൻ്റെ സീറോ ആണ് ലാംഡ എന്ന് പറയണമെങ്കിൽ JP ഓഫ് ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. JP ഓഫ് ലാംഡ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ഇഫ് ലാംഡ ഈസ് എ സീറോ ഓഫ് JPX, ദെൻ JP ഓഫ് ലാംഡ ഈക്വൽ ടു സീറോ. ബട്ട് JP പ്ലസ് വൺ ഓഫ് ലാംഡ പ്ലസ് വൺ, JP പ്ലസ് വൺ ഓഫ് ലാംഡ നോട്ട് ഈക്വൽ ടു സീറോ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ലാംഡ എന്നുള്ളത് JPXൻ്റെ സീറോ എന്ന് പറയും. ഒന്നുകൂടി പറയാം, ലാംഡ എന്ന് പറയുന്നത് JPXൻ്റെ സീറോ ആവണമെങ്കിൽ JP ഓഫ് ലാംഡ ഈക്വൽ ടു സീറോ ആയിരിക്കണം. പക്ഷേ JP പ്ലസ് വൺ ഓഫ് ലാംഡ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഇനി അങ്ങനെ ലാംഡ 1, ലാംഡ 2 എക്സെട്രകളെല്ലാം പോസിറ്റീവ് സീറോസ് ഓഫ് ദ ബെസ്സൽ ഫംഗ്ഷൻ JPX ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു JP ഓഫ് ലാംഡ n x ഇൻറ്റു JP ഓഫ് ലാംഡ mx dx ഈക്വൽ ടു, രണ്ട് വാല്യൂസാണ് ഇതിൽ വരുന്നത്, ഈക്വൽ ടു സീറോ വെൻ m നോട്ട് ഈക്വൽ ടു n. എമ്മും എന്നും ഈക്വൽ അല്ലാത്ത കേസിലാണെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. എമ്മും എന്നും ഈക്വൽ ആകുന്ന കേസിൽ ഇതിൻ്റെ വാല്യൂ ഹാഫ് ഓഫ് JP പ്ലസ് വൺ ലാംഡ n സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബെസൽ ഇക്വേഷൻ എടുക്കാം. x സ്ക്വയർ y ഡബിൾ ഡാഷ് പ്ലസ് XY ഡാഷ് പ്ലസ് x സ്ക്വയർ മൈനസ് p സ്ക്വയർ ഇൻറ്റു y ഈക്വൽ ടു സീറോ. ജനറൽ ഫോമിലേക്ക് ആക്കാനായിട്ട് അതിനെ x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 1/XY ഡാഷ് പ്ലസ് 1 മൈനസ് p സ്ക്വയർ ബൈ x സ്ക്വയർ ഇൻറ്റു y ഈക്വൽ ടു സീറോ. ഇനി y ഈക്വൽ ടു JPX എന്ന് പറയുന്നത് ഇക്വേഷൻ 1ൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇക്വേഷൻ 1ൻ്റെ ഒരു സൊല്യൂഷനാണ് JPX. ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബെസൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ JPX എന്ന് പറയുന്നത് സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് വൈക്ക് പകരം JPX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ 1ൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? JP ഡബിൾ ഡാഷ് ഓഫ് x പ്ലസ് 1/x JP ഡാഷ് ഓഫ് x പ്ലസ് 1 മൈനസ് p സ്ക്വയർ ബൈ x സ്ക്വയർ JPX ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എയും ബിയും രണ്ട് കോൺസ്റ്റൻസ് എടുക്കുക. സച്ച് ദാറ്റ് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. UX ഈക്വൽ ടു JP ഓഫ് AX എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ VX ഈക്വൽ ടു JP ഓഫ് BX എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ എടുക്കണം. ഇത് രണ്ടും ഇക്വേഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് ഫംഗ്ഷൻസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ രണ്ട് സൊല്യൂഷൻസ് ഫോം. JPX എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ JPAXും JPBXും സൊല്യൂഷൻ ആവുന്ന തരത്തിലുള്ള ഒരു എയും ബിയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ UX എന്ന് പറയുന്നത് JPAX ആണെങ്കിൽ U ഡാഷ് എന്തായിരിക്കും വരിക? അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? A ഇൻറ്റു JP ഡാഷ് ഓഫ് AX. U ഡബിൾ ഡാഷ് എന്ത് വരും? A സ്ക്വയർ ഇൻറ്റു JP ഡബിൾ ഡാഷ് ഓഫ് AX. അതുപോലെ V ഡാഷ് നമുക്കിതിൽ നിന്ന് JP ഡാഷ് BX ഇൻറ്റു B എന്ന് എഴുതാം. അതുപോലെ V ഡബിൾ ഡാഷ് B സ്ക്വയർ ഇൻറ്റു JP ഡബിൾ ഡാഷ് ഇൻറ്റു BX എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി y ഈക്വൽ ടു JPAX ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 2. അതായത് ഇക്വേഷൻ 2 എന്ന് എഴുതിയത് ഒന്നുമില്ല, നമ്മളിപ്പോൾ ആ JP ഡാഷ് വെച്ച് എഴുതിയില്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സൊല്യൂഷനാണ് എന്ത്? JPAX എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം JPX എന്നുള്ളത് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ആ ഇക്വേഷനും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? വേറൊരു സൊല്യൂഷനും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് JPAX എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 2 ആയതുകൊണ്ട് നമുക്ക് അതിന് പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? JP ഡബിൾ ഡാഷ് ഓഫ് AX പ്ലസ് എക്സിന് പകരം AX വരുന്നു. 1/AX ഇൻറ്റു JP ഡാഷ് AX പ്ലസ് 1 മൈനസ് p സ്ക്വയർ ബൈ A സ്ക്വയർ ഇൻറ്റു JP ഓഫ് AX ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ തന്നെ JP ഡബിൾ ഡാഷ് ഓഫ് AX എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് JP ഡബിൾ ഡാഷ് ഓഫ് AX എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? U ഡബിൾ ഡാഷ് ഈ A സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ U ഡബിൾ ഡാഷ് ബൈ A സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ JP ഡാഷ് ഓഫ് AX എന്ന് വരും U ഡബിൾ ഡാഷ് ബൈ A സ്ക്വയർ അങ്ങനെ എഴുതാം. പ്ലസ് അതുപോലെ തന്നെ 1/AX ഇൻറ്റു JP ഡാഷ് ഓഫ് AXന് പകരം നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിൽ നിന്ന് U ഡാഷ് ബൈ A എന്ന് എഴുതാം. പ്ലസ് 1 മൈനസ് p സ്ക്വയർ ബൈ A സ്ക്വയർ x സ്ക്വയർ ഇൻറ്റു JP ഓഫ് AXന് പകരം നമുക്ക് എന്ത് എഴുതാം? U എന്ന് എഴുതാം. അതായത് യുവിലേക്ക് മാറ്റി. ഇനി നമ്മളിതിനെ ഡിനോമിനേറ്ററിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ജസ്റ്റ് A സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് ബൈ എക്സ് പ്ലസ്, ഇനി എല്ലാ ടേമിനെ എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എ സ്ക്വയർ മൈനസ് പി സ്ക്വയർ, അവിടുത്തെ എ സ്ക്വയർ ക്യാൻസൽ ചെയ്തു, പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു യു ഈക്വൽ ടു 0. ഇതേപോലെ നമ്മൾ ഇപ്പോൾ ജെ പി ഓഫ് എ എക്സ് സൊല്യൂഷനാണെന്ന് എടുത്തപ്പോഴാണ് ഇത് കിട്ടിയത്. അതേപോലെ ജെ പി ഓഫ് വി എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതേപോലെ വിൻ്റെ ടൈമിൽ എഴുതാം. വി ഡബിൾ ഡാഷ് പ്ലസ് 1 ബൈ എക്സ് വി ഡാഷ് പ്ലസ് ബി സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കിട്ടി. ഇക്വേഷൻ 3നെ വി വെച്ചും ഇക്വേഷൻ 4നെ യു വെച്ചും ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വേറെ അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. ഇക്വേഷൻ 3നെ വെറുതെ വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എല്ലാ ടേമിലും വി എന്ന് എഴുതുന്നു. അതുപോലെ ഇക്വേഷൻ 4നെ യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സബ്ട്രാക്റ്റ് ചെയ്യണം. അതായത് 3 ഇൻറ്റു വി മൈനസ് 4 ഇൻറ്റു യു. അപ്പോൾ രണ്ട് കിട്ടിയ പുതിയ രണ്ട് ഇക്വേഷനിന് ജസ്റ്റ് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? യു ഡബിൾ ഡാഷ് വി മൈനസ് യു വി ഡബിൾ ഡാഷ് പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു യു വി ഈക്വൽ ടു 0. ജസ്റ്റ് സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലൊരു ടേം ക്യാൻസൽ ചെയ്ത് പോകും. പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു യു വി എന്നുള്ളൊരു ടേം ഉണ്ടല്ലോ, ഈ ഒരു ടേം സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എല്ലാ ടേംസും അവിടെ നിൽക്കും. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ആദ്യത്തെ ഈ ടേമിനെ ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? നോക്കി നോക്കൂ. അതായത് ഈ ടേം ആക്ച്വലി എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇതിലൊന്ന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കി നോക്കൂ. ഇതിൻ്റെ പ്രോഡക്റ്റ് റൂൾ എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് യു ഡാഷ് വി എന്ന് പറഞ്ഞാൽ യു ഡാഷ് ഇൻറ്റു വിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? യു ഡാഷ് ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? വി ഡാഷ് വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷിൻ്റെ ഡെറിവേറ്റീവിൽ വീണ്ടും എന്ത് വരും? വി ഇൻറ്റു യു ഡബിൾ ഡാഷ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ടേമിൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. യു ഡാഷ് ഇൻറ്റു വിൻ്റെ ഡെറിവേറ്റീവ് വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷിൻ്റെ ഡെറിവേറ്റീവ് യു ഡബിൾ ഡാഷ് മൈനസ്. ഇനി ഇതിൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഇതിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? യു ഇൻറ്റു വി ഡബിൾ ഡാഷ്, ഒരു മൈനസ് സൈനാണ് അവിടെ ഉള്ളത്, പിന്നെ വി ഡാഷ് ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ്, അങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ ഈ യു ഡാഷ് വി ഡാഷ് എന്നുള്ള ടേം കോമൺ ആണ്. അപ്പോൾ ഈ ടേമും എന്തായി പോകും? ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വി ഇൻറ്റു യു ഡബിൾ ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്തെഴുതാം? ഡെറിവേറ്റീവ് ഓഫ് യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു ടേമിന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്? ഡെറിവേറ്റീവ് ഓഫ് യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് പ്ലസ് അടുത്ത ടേം നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. 1 ബൈ എക്സ് ഇൻറ്റു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. ഇനി അടുത്ത ടേമിനെ നമുക്ക് ജസ്റ്റ് റൈറ്റ് സൈഡിൽ എഴുതുന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് മുമ്പ് ഒരു നെഗറ്റീവ് വരുന്നത് കൊണ്ടാണ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു യു വി എന്ന് എഴുതുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് എക്സ് വെച്ചൊന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? വെറുതെ എക്സ് കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ഒരു എക്സ് വരും, സെക്കൻഡ് ടേമിൽ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും, തേർഡ് ടേമിൽ ഒരു എക്സ് വരും. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന്, ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് എഴുതി നോക്കുകയാണ്. എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്, അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇത് പ്ലസ് ഇനി യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഈ ടേമിന് മൊത്തമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് എന്ന് കൊടുക്കാം. റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ എഴുതുന്നു, ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു യു വി എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ആണ് വരുന്നത്. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ടേമിനെ ഇപ്പുറത്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു യു വി ഡി എക്സ് ഈക്വൽ ടു
ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് വരും. അപ്പോൾ ഇതാണ് ആൻസർ വരിക. അതാണ് എക്സ് ഇൻറ്റു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. അവിടെ ഇൻ്റഗ്രൽ കൊടുക്കുന്നു 0 to 1 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എക്സിന് 1 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു, പിന്നെ എക്സിന് 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു, അങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ആൻസർ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് എന്നുള്ളത് യു എന്ന് പറഞ്ഞ ജെ പി ഓഫ് എ എക്സ് ആണ്. പക്ഷേ എക്സിന് 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജെ പി ഓഫ് എ എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എ ഇൻറ്റു ജെ പി ഓഫ് എ. യു ഡാഷിൽ എക്സിന് പകരം 1 കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ജെ പി ഓഫ് എ. ഇനി വി എന്ന് പറഞ്ഞാൽ ജെ പി ഓഫ് ബി മൈനസ് ജെ പി ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു ജെ പി ഡാഷ് ഓഫ് ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി എയും ബിയും സീറോസ് ഓഫ് ജെ പി ഓഫ് എക്സ് ആണെങ്കിൽ, എയും ബിയും സീറോസ് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എയും ബിയും സീറോസ് ഓഫ് ജെ പി ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അങ്ങനെ 0 ആണെങ്കിൽ ജെ പി ഓഫ് എയും ജെ പി ഓഫ് ബിയും 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതായത് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു ഇത് 0 ആണെങ്കിൽ ഈ ടേമുകൾ ജെ പി ഓഫ് എയും ജെ പി ഓഫ് ബിയും ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡ് എന്തായി മാറും? 0 ആയിട്ട് മാറും. അതാണ് ഇവിടെ പറഞ്ഞത്. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു യു വി ഡി എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ് ഇൻറ്റു ജെ പി ഓഫ് യുവിന് പകരം ജെ പി ഓഫ് എ എക്സ്, വിക്ക് പകരം ജെ പി ഓഫ് ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് ബി നോട്ട് ഈക്വൽ ടു എ. അതായത് എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് എന്താണ് കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. ഇനി എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കുക? ലാംഡ എം എന്നും ബിക്ക് പകരം ലാംഡ എന്നും കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം ഇൻ്റഗ്രലിനെ നമുക്ക് എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എൻ എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എൻ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ലാംഡ എമ്മും ലാംഡ എന്നും ഈക്വൽ അല്ലാത്ത കേസിൽ, അതായത് എമ്മും എന്നും ഈക്വൽ അല്ലാത്ത കേസിൽ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രൂഫ്, അതായത് എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 ഓൾറെഡി മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ 3നെ നമ്മൾ ജസ്റ്റ് 2x² യു ഡാഷ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ വേറെ ഒന്നും ചെയ്യണില്ല. ഈ എല്ലാ ടേമിനും 2x² യു ഡാഷ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയ ഇക്വേഷനാണ് അടുത്തത് എഴുതിയിരിക്കുന്നത്. ഇനി അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? d/dx ഓഫ് x² ഇൻറ്റു യു ഡബിൾ ഡാഷ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? x² ഇൻറ്റു 2u ഡാഷ് ഇൻറ്റു യു ഡബിൾ ഡാഷ്, അതായത് ഈ പ്ലസ് വീണ്ടും യു ഡാഷ് സ്ക്വയർ ഇൻറ്റു അതായത് ഇവിടെ യു ഡാഷ് സ്ക്വയർ എഴുതി x² ഡെറിവേറ്റീവ് 2x. അതായത് ഈ ഒരു ടേമിനെ മൊത്തമായിട്ട് നമുക്ക് എന്തെഴുതാം? d/dx ഓഫ് x² ഇൻറ്റു യു ഡാഷ് സ്ക്വയർ എന്ന് എഴുതാം. അടുത്തതോ d/dx ഓഫ് a² x² u². അതായത് ഇവിടെ a² കോൺസ്റ്റൻ്റ് ആണ്. x² ഇൻറ്റു a² ഇൻറ്റു x² ഇൻറ്റു u²ൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഒരു 2u യു ഡാഷ്, അതായത് ഈ ടേം വരും. പ്ലസ് അടുത്ത ടേം എന്താ വരിക? a² കോൺസ്റ്റൻ്റ് ആണ്. a² u² ഇൻറ്റു x²ൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ അങ്ങനെ ഒരു ടേം ഇവിടെ ഇല്ല. അപ്പോൾ ആ ഒരു ടേമും അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ഒരു ടേമിന് പകരം ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ ഇല്ലാത്ത ടേം ഇവിടെ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്തെഴുതാം? d/dx ഓഫ് p² u² എന്ന് എഴുതാം, ഈ ഒരു ടേമിന് പകരം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ടേമിൽ ഒരു ടേമും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ആ ടേം ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണോ? നേരത്തെ ചെയ്ത പോലെ ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണോ. ഇവിടെയൊക്കെ ഡെറിവേറ്റീവിൻ്റെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്യും. ജസ്റ്റ് ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടേമിൽ മാത്രമാണ് ഇൻ്റഗ്രേഷൻ്റെ സൈൻ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 2x ഇൻറ്റു a² u² dx. ബാക്കിയെല്ലാം ജസ്റ്റ് 0 to 1 ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഓരോന്നിലും കോൺസ്റ്റൻറ്റിനെയൊക്കെ ഔട്ട് സൈഡിൽ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ടേം മാത്രമാണ് ഇൻ്റഗ്രലിൻ്റെ സൈനിൽ, ഇത് മാത്രം ലെഫ്റ്റ് സൈഡിൽ എഴുതുകയാണ്. ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് 1 കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്തു. എക്സിന് 1 കൊടുക്കുമ്പോൾ യു ഡാഷ് സ്ക്വയർ പ്ലസ് a² u² മൈനസ് p² u² എന്നാണ് കിട്ടുന്നത്. അതിൽ യുവിന് പകരം നമ്മൾ ജെ പി ഡാഷ് ഓഫ് എന്ന് കൊടുക്കുന്നു, യു ഡാഷിന് പകരം ജെ പി ഡാഷ് ഓഫ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തെഴുതുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എ എന്നുള്ളത് 0 ഓഫ് ജെ പി ഓഫ് എക്സ് ആണെങ്കിൽ ജെ പി ഓഫ് എയുടെ വാല്യൂ 0 ആയിരിക്കും. ജെ പി ഓഫ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഈ ടേമും 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ടേം മാത്രമേ വരുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രൽ 2a² ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു u² dx എന്ന് പറഞ്ഞാൽ a² ഇൻറ്റു ജെ പി ഡാഷ് ഓഫ് എ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഇനി എക്ക് ലാംഡ എന്നും ഈക്വൽ ആവുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഇൻ്റഗ്രൽ എങ്ങനെ വരും? 2 × ലാംഡ എം സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 1 x × ജെ പി സ്ക്വയർ ലാംഡ എം എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എം സ്ക്വയർ × ജെ പി ഡാഷ് ലാംഡ എം ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ 0 to 1 ആ കോൺസ്റ്റൻറ്റിനെ റൈറ്റിലേക്ക് കൊടുക്കുന്നത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യേണ്ടതാണ് കേട്ടോ. ജെ പി ഡാഷ് സ്ക്വയർ ലാംഡ എം എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 പുറത്ത് വരുമ്പോൾ 1/2 ഇൻറ്റു ലാംഡ ഒരു ലാംഡ എം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ലാംഡ എം സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ജെ പി ഡാഷ് ലാംഡ എം ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ മുന്നൊരു റിസൾട്ട് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജെ പി ഡാഷ് ഓഫ് എക്സ് മൈനസ് പി ബൈ എക്സ് ജെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജെ പി പ്ലസ് മൈനസ് ജെ പി പ്ലസ് 1 ഓഫ് എക്സ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എക്സിന് പകരം ലാംഡ എം കൊടുത്ത് എഴുതിയതാണ് അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, ഇനി ലാംഡ എം എന്നുള്ളത് 0 ഓഫ് ക്വസ്റ്റ്യനിൽ തുടക്കത്തിലേ പറഞ്ഞിട്ട് ലാംഡ എം എന്നുള്ളത് 0 ഓഫ് ജെ പി എഫ് എക്സ് ആണ്. അപ്പോൾ ജെ പി ഓഫ് ലാംഡ എം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ജെ പി ഓഫ് ലാംഡ എം 0 ആണെങ്കിൽ, പക്ഷേ ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം 0 അല്ല. 0ൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി എങ്ങനെ മാറും? ഈ ഒരു ടേം മാത്രം 0 ആവും. അപ്പോൾ ജെ പി ഡാഷ് ഓഫ് ലാംഡ എം ഈക്വൽ ടു മൈനസ് ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ജെ പി ഡാഷ് ഓഫ് ലാംഡ എം ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ഇക്വേഷൻ 6. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു ജെ പി സ്ക്വയർ ലാംഡ എം ഡി എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് ജെ പി ഡാഷ് ഓഫ് ലാംഡ എം ആയിരുന്നു. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എമ്മും എന്നും ഈക്വൽ ആയതുകൊണ്ട് ലാംഡ എമ്മെന്നോ എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എം എക്സ് ജെ പി ഓഫ് ലാംഡ എൻ എക്സ് ഈക്വൽ ടു ഹാഫ് ഓഫ് ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എൻ സ്ക്വയർ. അതായത് എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ടിൽ നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ദാറ്റ്സ് ഓൾ.